സത്യത്തിൽ വലിയ വലിയ വ്യവസായികൾ, അംബാനി, അദാനി റേഞ്ച്, അവർക്കൊക്കെ നിയമം ചില പരിരക്ഷ അറിഞ്ഞോ അറിയാതെ കൊടുക്കുന്നുണ്ട്. സർക്കാരും ചില പരിഗണനയൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ വലിയൊരു വ്യവസായി അറസ്റ്റിലായേക്കാണ്. അതൊരു താരതമ്യേന ചെറുതാണെന്ന് പറയാവുന്ന ഒരു കേസാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊന്നും സാധാരണ സർക്കാരുകൾ, സ്റ്റേറ്റ് സർക്കാർ അതിന് FIR ഇടുകയില്ല, പോലീസ് അനങ്ങുകയില്ല. എന്നിന് ഒറിജിനൽ കേസുകൾക്ക് പോലും, ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഭീകരത കൂടിയ കേസുകൾക്ക് പോലും സ്റ്റേറ്റ് സർക്കാരും സ്റ്റേറ്റും മെഷീനറി പോലീസൊന്നും അനങ്ങാറില്ല. അപ്പം പിന്നെ ഇത്ര വലിയ വ്യവസായിയുടെ, അതായത് ഒരു ഇലക്ഷന് വേണ്ടി 200-300 കോടിയൊക്കെ സംഭാവന കൊടുക്കുന്ന, എല്ലാ പാർട്ടികൾക്കും സംഭാവന വാരിക്കോരി കൊടുക്കുന്ന ഇത്തരം വലിയ വ്യവസായികളുടെ കേസുകളൊന്നും പോലീസ് അനക്കാറില്ല. പക്ഷേ ഇപ്പോൾ നടന്നേക്കുന്ന, അയാൾക്ക് ജാമ്യം കിട്ടിയില്ല, അയാൾ ജയിലിൽ കിടക്കുകയാണ്, 14 ദിവസത്തേക്ക് റിമാൻഡാണ്. നടന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഏതോ രീതിയിൽ സർക്കാരുമായിട്ട് ഉരസിയിട്ടുണ്ട് എന്ന് തന്നെ അനുമാനിക്കണം. കാരണം പ്രോസിക്യൂഷൻ ഇദ്ദേഹത്തിന് ടോട്ടലി എതിരാണ്. നിങ്ങൾക്ക് ഇദ്ദേഹത്തോട് താല്പര്യം ഉണ്ടാവില്ല, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോടും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞെന്നു വെച്ചാൽ നേരത്തെ ചെയ്ത ഒരു വീഡിയോയുടെ ബാക്കിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇഫ് യു ആർ അഗെയിൻസ്റ്റ് ദ സിസ്റ്റം, അതായത് ഇത്രയും വലിയ വ്യവസായി, അയാൾക്ക് ഓൾമോസ്റ്റ് ഒരു മന്ത്രിയുടെ ലെവലിൽ പവറുള്ള ആളാണ്, MLA-മാരെയും സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിക്കുന്ന ആളാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും 6 മണിക്കൂറിനകം, പരാതി കിട്ടിയ 6 മണിക്കൂറിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളും സർക്കാരും തമ്മിൽ ഉരസിയിട്ടുണ്ട്. സർക്കാർ അയാളെ ഉപ്പിലിട്ട് വെക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം.